സ്വാമി നിർമ്മലാനന്ദ യോഗിയുടെ സന്തുഷ്ട ജീവിതം. തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർ പി രാമൻ എഴുതിയ കത്ത്. സന്തോഷ ജീവിതം എങ്ങനെ നേടാം? ജീവിതം ജീവിക്കാനുള്ളതാണ്. സന്തോഷിക്കുവാനും സമാധാനിക്കുവാനുമുള്ളതാണ്. നിരാശപ്പെടാനും ദുഃഖിക്കാനുമുള്ളതല്ല. ഓരോരുത്തരും മനോമഹത്വം മനസ്സിലാക്കി മനഃശാന്തി നേടണം എന്ന് സ്വാമിജി ഉദ്ബോധിപ്പിക്കുന്നുണ്ടല്ലോ. ആർക്കും തന്നെക്കുറിച്ചറിയാൻ അസ്വസ്ഥമായ മനസ്സിന് അല്പമെങ്കിലും ആശ്വാസം പകരാൻ സഹായകമായ ഒരു പുതിയ പുസ്തകം സ്വാമിജി എഴുതണം. ഖണ്ഡന സ്വഭാവം കലരേണ്ട ആവശ്യം ഇന്നില്ല. മഹത്വത്തെ വാഴ്ത്തി ശോഭിപ്പിക്കാൻ നിസ്സാരങ്ങളെ നിന്ദിക്കണമെന്നില്ലല്ലോ. സ്വാമിജി എത്രയോ കാര്യങ്ങൾ ചെയ്യുന്നു. ഒരു പുസ്തകം തയ്യാറാക്കിയാൽ എന്നേക്കും ആർക്കും ഗുണകരമാവില്ലേ? തിരുവനന്തപുരത്ത് നിന്നും ഡോക്ടർ പി രാമൻ ഇങ്ങനെ എഴുതി. എല്ലാവർക്കും പറ്റിയൊരു പുസ്തകമോ? അങ്ങനെ ഒരു മാർഗമുണ്ടോ? ഇല്ല. ഇല്ലേ? ഉണ്ട്. ഓരോരുത്തരുടെയും രുചിക്കനുസരിച്ച് അനേകായിരം പുതിയ പുസ്തകങ്ങൾ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുന്നു. നിത്യേന എന്നോണം പഴയ പുസ്തകങ്ങളും ഓരോ മതക്കാർക്കും വേണ്ടത്രയുണ്ട്. ദിവ്യഗ്രന്ഥങ്ങൾ. പിന്നെ ഒരു പുതിയ പുസ്തകമോ? എല്ലാവർക്കും പറ്റിയത്. അതും മനഃശാന്തിയെക്കുറിച്ച്. ഖണ്ഡനം പാടില്ല എന്നും. ചികിത്സിക്കുമ്പോൾ ഡോക്ടർക്ക് ശസ്ത്രക്രിയയും ചിലപ്പോൾ നടത്തേണ്ടി വരില്ലേ? മരുന്നും ഓപ്പറേഷനും ഇല്ലാത്ത ചികിത്സയുമുണ്ട്. പ്രകൃതി ചികിത്സ. തൻ്റെ ആനന്ദപ്രകൃതിയെ മനസ്സിലാക്കിയാൽ മനുഷ്യന് മനഃശാന്തി ലഭിക്കും. അതിന് പുസ്തകം തന്നെ ആവശ്യമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു പുസ്തകം മുഴുവനും വായിച്ചു തീർക്കാൻ സമയം ഇന്ന് ആർക്കുണ്ട്? ക്ഷമ ഇന്ന് ആർക്കുണ്ട്? പലതും ചിന്തിച്ച് പരവശപ്പെട്ടുകൊണ്ടിരിക്കുന്നവർക്ക് പുസ്തക വായനയിൽ ശ്രദ്ധിക്കുവാൻ തന്നെ പറ്റുമോ? പഴയ സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും ഒക്കെ കാര്യം പറഞ്ഞാൽ ഇന്ന് ആര് വിശ്വസിക്കും? ആധുനിക കണ്ടുപിടുത്തങ്ങളും ശാസ്ത്രീയമായ പുരോഗതിയും പഴയ വിശ്വാസാചാരങ്ങളുടെ അടിത്തറ ആകെ ഇളക്കിയിരിക്കുന്നു. പുത്തൻ പുത്തൻ സുഖങ്ങൾ ആസ്വദിക്കുവാനുള്ള, അതും അനായാസേന എത്രയും വേഗത്തിൽ അനുഭവിക്കാനുള്ള അഭിനിവേശം ആധുനികരിൽ വർദ്ധിച്ചു വന്നിരിക്കുന്നു. പലരും ചരസ്, LSD, മെസ്കാലിൻ ഗുളികകൾ എന്നിവയെ ആശ്രയിക്കുന്നു. ആ നൈമിഷിക സുഖങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ ദുഃഖാഗ്നിയിൽ മനം വെന്തെരിയുന്നു. അപ്പോൾ വീണ്ടും സുഖം കണ്ടെത്താനുള്ള വെമ്പലായി ഇന്ദ്രിയങ്ങളെ മത്തുപിടിപ്പിക്കുന്ന ശാരീരികമായ നഗ്നത, ലഹരി പദാർത്ഥങ്ങളുടെ വിളയാട്ടം, ഡ്രഗുകളുടെ വശ്യത, സുഖാനുഭൂതികളെ മാടി വിളിക്കുന്ന ഭൗതിക സാഹചര്യങ്ങൾ, ആകെ മനസ്സിനെ മത്തുപിടിപ്പിക്കുന്ന പരിസരങ്ങൾ. എന്നിട്ടും മനുഷ്യൻ മാഴുകി കഴിയുന്നു എന്നതാണ് പരമാർത്ഥം. ഈ കത്തെഴുതുമ്പോൾ ഞാൻ മാനസികമായി വളരെ അധപ്പതിച്ച നിലയിലാണ്. വളരെയേറെ നാളുകളായി ഞാൻ വീട്ടുകാരിൽ നിന്നെല്ലാം അകന്ന് ഏകാന്തപഥികനായി അലയുന്നു. ചീട്ടുകളി, വ്യഭിചാരം, പരദൂഷണം, അസൂയ എന്നിവ എൻ്റെ വിട്ടുമാറാത്ത ദുശീലങ്ങളാണ്. ശാരീരികമായിട്ട് ഞാൻ വളരെ ക്ഷീണിച്ച വ്യക്തിയാണ്. എൻ്റെ കൂട്ടുകാരെ ചതിക്കുന്നതിന് എനിക്ക് യാതൊരു കൂസലും തോന്നാറില്ല. ഒരു ലോഡ്ജിലാണിപ്പോൾ താമസം. പലപ്പോഴും ആത്മഹത്യ ചെയ്യണമെന്ന് തോന്നാറുണ്ട്. ദുഃഖം എന്നെ വിട്ടുമാറാത്ത കൂടപ്പിറപ്പാണ്. ഈ ലോകത്ത് എനിക്ക് ആരോടും ആത്മാർത്ഥതയില്ല. മേൽപ്പറഞ്ഞ ദുശീലങ്ങളിൽ നിന്നൊഴിഞ്ഞു മാറി നേരായ, അതായത് സന്തോഷമുളവാക്കുന്ന വഴികൾ പറഞ്ഞു തന്നാൽ വലിയ ഉപകാരമായിരിക്കും. സ്വാമിജിയുടെ ഉപദേശങ്ങൾ ഉൾക്കൊള്ളുന്ന മറുപടി എത്രയും വേഗം പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കത്തെഴുതിയത് അഭ്യസ്തവിദ്യനായ ഒരു ചെറുപ്പക്കാരനാണ്. ഒരു വലിയ ബാങ്കിൽ ഉയർന്ന ഉദ്യോഗവും നല്ല ശമ്പളവുമുള്ള ആളാണ്. നോക്കണേ, പഠിപ്പും പദവിയുമുള്ള ചെറുപ്പക്കാർ സ്വയം നശിക്കുന്ന രീതി. ഇങ്ങനെ എത്രയെത്ര ചെറുപ്പക്കാർ നന്നാവാൻ ആഗ്രഹിക്കുന്നു, നശിക്കുന്നതിൽ ഖേദിക്കുന്നു, എന്നിട്ടും നശിക്കുന്നു, നന്നാവുന്നില്ല. പട്ടിണിയില്ല, പഠിപ്പില്ലായ്കയില്ല. പിന്നെന്തേ ഇവർക്ക് സന്തോഷമില്ലാതായത്?